ഹലോ ഗായ്സ്, നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങോട്ടേ ഒരുങ്ങിക്കെട്ടിപ്പോകുന്നതെന്ന്. പുനലൂർ ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഓണം ഫെസ്റ്റ് കാണാൻ പോകുകയാണ് ഗൈസ്. ഞങ്ങൾ ഇറങ്ങി ഓട്ടോ കാത്ത് നിൽക്കുമായിരുന്നു. പതിവില്ലാതെ ഓട്ടോ ഞങ്ങൾക്ക് നേരത്തെ കിട്ടി. സാധാരണ ഇറങ്ങിക്കുമ്പോൾ ഓട്ടോ കിട്ടാറില്ല. അങ്ങനെ പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഉറുമ്പനങ്ങുന്ന പോലെ ആയിരുന്നു. വണ്ടിയൊക്കെ ഓരോന്നിങ്ങനെ ഉറുമ്പനങ്ങുന്ന പോലെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഓട്ടോ ഒക്കെ സൈഡിൽ നിർത്തിയ ആൾ ഇറങ്ങി നടന്നു പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ മാമൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ സൈഡിൽ നിർത്താം, നിങ്ങൾ നടന്നു പോകും, അതായിരിക്കും നല്ലത്. ഇതിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇന്നും നാളെ ഒന്നും എത്താൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ തട്ടുകടയിൽ നല്ല ചൂട് പൊറോട്ട ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അതും കണ്ട് ഈ തിരക്കിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിനകത്തോട്ട് കയറി. ഈ ബാഹുബലിയിലൊക്കെ കാണില്ലേ, അതുപോലെ കൊട്ടാരം പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു സിറ്റിങ്സ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം പോലും ഇത്ര ആൾക്കൂട്ടം ഇല്ലായിരുന്നു കേട്ടോ, അത്രയ്ക്കും ജനങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും കൊടുത്ത് അകത്ത് കയറി. ഞാനും ആഹിലും അയാനും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ കയറി. ഞങ്ങൾക്ക് മാത്രമേ ഫസ്റ്റിലേ കയറാൻ പറ്റുള്ളൂ, അമ്മക്കൊന്നും അങ്ങനെ കയറാൻ പറ്റില്ല. അങ്ങനെ അമ്മ വരുന്ന സമയം കൊണ്ട് എടുത്തുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അയാൻ പറഞ്ഞു, അമ്മ എനിക്ക് ആ കാറ് മേടിച്ച് തരണേ. അപ്പോൾ അമ്മ പറഞ്ഞു, ആ മോനെ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ആൾക്കാരുണ്ട്. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കൊടുത്താൽ മതി, ഇവർ നമ്മളെ തെള്ളി കൊണ്ടുപോയിക്കോളും. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ വിയർത്തൊലിച്ച് നിൽക്കുമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിറങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ എനിക്കങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒന്നും മേടിക്കണ്ടെന്നായിരുന്നു. എന്നാലും വളയും മാലയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മേടിക്കണമെന്ന് തോന്നി. അങ്ങനെ അവിടെ സ്ലൈഡും സ്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ മേടിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ അതിൽ നിന്ന് 2-3 മേടിച്ചിട്ട് അമ്മ അടുത്ത് പറഞ്ഞു, അമ്മ വേഗം ഇറങ്ങി, എനിക്ക് ഇവിടെ നിൽക്കണ്ട, വേഗം ഇറങ്ങാൻ പറഞ്ഞു അമ്മ. അങ്ങനെ അതിനും പൈസ കൊടുത്ത് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. വീണ്ടും മുന്നോട്ട് നടക്കണ്ട, അതിൻ്റെ ഇടയിലോട്ട് കയറി നിന്ന് അവർ തന്നെ നമ്മളെ തെള്ളിക്കൊണ്ട് വെക്കുള്ളൂ. പിന്നെ കപ്പലിൻ്റെ മുട്ടായി, മിച്ചർ മുട്ടായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഴയ കാലങ്ങളിലുള്ള മുട്ടായികളൊക്കെ ആയിരുന്നു. പിന്നെ ഉണക്ക മുന്തിരി, ചെറി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പല കളർ കുക്കീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എവിടെ തിരിഞ്ഞാലും ഈ കമ്മലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കമ്മൽ, മാല, വള അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പല കളർ കണ്ണാടികളുണ്ടായിരുന്നു. എനിക്കത് കാണുമ്പോൾ മനസ്സിലായി ഇത്രത്തോളം ആൾക്കാരുണ്ടെന്ന്. എങ്ങനെയും എനിക്കൊന്ന് വെളിയിറങ്ങിയാൽ മതിയായിരുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെയും അവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ശ്വേതയെ കണ്ടു. ഞങ്ങൾ ശ്വേതയുടെ അമ്മയെ കണ്ടുമുട്ടി. ഇതാണ് ശ്വേതയുടെ ചേച്ചി. ശ്വേതയുടെ അമ്മ. ഹായ് പറ, ഹായ് ഹായ് പറ, ഹായ്. അടുത്ത് ഇങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. ഞാൻ ശ്വേതയാണ് കയറാൻ പോകുന്നത്. തുമ്പത്ത് പോയിരിക്കാം നമുക്ക്. ആന്റി കയറുമോ? നമുക്ക് ഒരുമിച്ച് കയറാം. അപ്പൊ ആന്റി കയറത്തില്ലെന്ന് പറഞ്ഞേക്കുന്നത്. ഞാനും ശ്വേതയും ശ്വേതയുടെ ചേച്ചിയും കൂടി ഇനി കയറുന്നതായിരിക്കും. ഞങ്ങൾ അതിന്റെ തുമ്പത്ത് പോയിരിക്കുന്നതുമായിരിക്കും. ഇവിടുത്തെ സൗണ്ട് കാരണം ഒന്നും കേൾക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ അകത്ത് കയറിയിട്ട് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വോയിസ് എടുത്തിട്ട് പറയുന്നത്. അങ്ങനെ ഈ സാറ്റിൽ കയറാൻ വേണ്ടിയുള്ള ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഞാൻ ശ്വേതയുടെ ചേച്ചിയും ഇതിന്റെ ടോപ്പിൽ പോയിരിക്കാൻ പോവുകയാണ് ഗായ്സ്. നമുക്ക് ശ്വേതയുടെ കൊണ്ടാട്ടം കാണാം ഗായ്സ്. ശ്വേത കിടന്ന് അലർന്ന്. നീ അലറുവോ? നീ കരയോ? തലറിഞ്ഞ് വീഴോ? ഇല്ലാന്നൊക്കെയാ പറയുന്നത്. എന്നാലും നമുക്ക് കയറി നോക്കാം ഗായ്സ്. ഇതിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളെ പിടിച്ച് കയറ്റുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുകൊണ്ട് നടക്കുന്ന സീറ്റിൽ നിന്ന് നമുക്ക് ടാർഗറ്റ് ആ സീറ്റാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ സീറ്റിലോട്ട് പോയിരുന്നു. നമ്മളൊരു പയ്യനെ കണ്ടുമുട്ടി. എക്സ്പീരിയൻസ്
അടുക്കളയിൽ പോയപ്പോൾ ഞാനും ഫോണൊക്കെ എണ്ണീച്ച് വരുമായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ആയിഷയെ കണ്ടുമുട്ടാം. ആയിഷ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഇനിയിപ്പോൾ ആയിഷയും കൂടെ കാണാം. ഗൈസ്, ഈ കൊച്ചാണ് പിള്ളേരെ പിടുത്തക്കാരി. ശ്വേതയുടെ അമ്മയും ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. പിന്നെ അയാൻ കാറിലും ജീപ്പിലും ബൈക്കിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പാട്ട് കേൾക്കാൻ പോയിരുന്നു. അങ്ങനെ ഇവർക്കും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്.